പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. മേശപ്പുറത്തിരിക്കുന്ന ഫയലിലേക്ക് നോക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് അടങ്ങാതെ തന്നെ കിളിപ്പുന്നുണ്ടായിരുന്നു. ദേവരാജൻ നഗരമിറപ്പിക്കുന്ന മയക്കുമരുന്ന് മാഫിയ തലവനും ശക്തനായ രാഷ്ട്രീയക്കാരനും. അയാളുടെ സാമ്രാജ്യത്തിന്റെ അടിവേരിളക്കുന്ന ഒരു നീക്കമാണ് വേദ നടത്തിയത്. കോടിക്കണക്കിന് രൂപയുടെ ഹെറോയിനാണ് പോലീസിന്റെ പിടിയിലായത്. ഉന്നതങ്ങളിൽ നിന്നുള്ള ഫോൺ കോളുകൾ ഇടതടവില്ലാതെ വന്നിട്ടും അവൾ ഒട്ടും കുലുങ്ങിയില്ല. ഒത്തുതീർപ്പിനായി ദേവരാജൻ പലരെയും അയച്ചു നോക്കി. പക്ഷെ വേദ ഒരു പാറക്കല്ല് പോലെ തന്നെ ഉറച്ചു നിന്നു. വേദ, തരുണിന്റെ ശബ്ദത്തിൽ ഭാരമുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖം വിളറി വെളുത്തു. ദേവരാജനുമായി നേരിട്ടൊരു യുദ്ധത്തിന് നീ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ വേദ? അയാൾ നിസാരക്കാരനല്ല. എന്തിനായിരുന്നു ഈ വേണ്ടാത്ത പണിയൊക്കെ? വേദ പതുക്കെ തലയുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണിൽ തീ പാറി. തരുൺ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എൻ്റെ ഡ്യൂട്ടിയല്ലേ ഞാൻ ചെയ്തത്? അയാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആ ഒരു ഡ്രഗ്സ് പോലീസുകാർ പോലും അറിയാതെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കി വന്ന ഹെറോയിൻ മുഴുവൻ ഞാൻ പഞ്ചസാരക്കെട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഒറിജിനൽ ഡ്രഗ്സ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. അതോടുകൂടെ ദേവരാജന്റെ സാമ്രാജ്യം അങ്ങ് തകർന്നടിയും. അതെനിക്ക് കാണണം. വേദ, നീ മനസ്സിലാക്കുന്നില്ല. തരുൺ അല്പം ശബ്ദമുയർത്തി. അയാളെ പോലൊരാളെ നിയമം കൊണ്ട് ഒന്ന് തടയാനൊന്നും കഴിയില്ല. അയാൾ എന്തു ചെയ്യാൻ മടിയില്ല. എനിക്കെൻ്റെ രാധികയെ നഷ്ടപ്പെട്ടത് ഇത്തരം ചില എടുത്തുചാട്ടങ്ങൾ കൊണ്ടാണ് വേദ. ആ തെറ്റ് നീ ആവർത്തിക്കരുത്. നിന്റെ ജീവൻ വെച്ചാണ് നീ ഈ കളിക്കുന്നത്. തരുണിന്റെ തൊണ്ടയിടറി. രാധികയുടെ ചോരയിൽ കുളിച്ച മുഖം ഓർമ്മ വന്നപ്പോൾ തന്നെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. വേദയുടെ സ്വരം അല്പമൊന്ന് മയപ്പെട്ടു. എങ്കിലും ആ വാക്കുകൾ ഉരുക്കിന്റെ കരുത്തുണ്ടായിരുന്നു. തരുൺ, എനിക്കറിയാം ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. പക്ഷേ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യം കൺമുന്നിൽ കണ്ട കണ്ണടച്ചിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ശരിയാണ് തോന്നുന്നതെന്ന് ഞാൻ അത് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി എന്ത് സംഭവിച്ചാലും നേരിടാൻ ഈ വേദ തയ്യാറാണ്. നിയമത്തിന് മുന്നിൽ ദേവരാജനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. തരുണിന് അന്നേരം മറുപടിയൊന്നും തന്നെ ഇല്ലായിരുന്നു. വേദ ഒരു തീരുമാനമെടുത്ത അതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ ആർക്കും തന്നെ കഴിയില്ല എന്നവനറിയാം. പക്ഷേ വരാനിരിക്കുന്ന വലിയൊരു വിപത്തുകളെക്കുറിച്ചുള്ള ഭയം അവൻ്റെ ഉള്ളിൽ നേരിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. വേദയെ കാത്തിരിക്കുന്നത് ഒരു മരണക്കിടക്കയാണെന്ന് തരുണിൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഇതേസമയം തരുണിൻ്റെ വീടാ കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ പഴയതുപോലെ ഒരു മൂകതയില്ല. ആ വീടിൻ്റെ മുറ്റത്ത് ഒരു കുഞ്ഞിൻ്റെ കിലുക്കാമ്പെട്ടി ചിരി മുഴങ്ങിക്കേട്ടു. വേദയുടെയും വിക്രമിൻ്റെയും ചോര. സ്വന്തം അച്ഛൻ്റെ ചൂടറിയാതെ അമ്മയുടെ മാത്രം തണലിൽ വളരുന്ന ജീവൻ. അമ്മേ, എന്നെന്ന് പിടിക്കാമോ? കുഞ്ഞു മുറ്റത്തൂടെ ഓടി കളിക്കുകയാണ്. വേദ ചിരിച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെയും ഓടി. ഉമ്മർത്തിരുന്ന് ഇതൊക്കെ നോക്കി നിന്ന് തരുണിൻ്റെ അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞു തുളുമ്പി. ആ വീടിൻ്റെ ഇരുട്ടിലേക്ക് ഒരു വെളിച്ചം പോലെയാണ് വേദയും കുഞ്ഞു കടന്നു വന്നത്. കുഞ്ഞു വേദയെ മാത്രമല്ല, തരുണിന്റെ അമ്മയും സ്വന്തം അമ്മൂമ്മയായിട്ട് തന്നെയാണ് കാണുന്നത്. രാധികയുടെ ഓർമ്മകൾ ആ കുഞ്ഞിന്റെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കാൻ വീട്ടിലുണ്ടായിരുന്ന രാധികയുടെ ഫോട്ടോ പോലും അമ്മ അവിടെ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് സ്വന്തം അമ്മ വേദയാണെന്ന സത്യം മാത്രമേ അറിയാവുള്ളൂ. വേദ ഒരു മരുമകളായി തന്നെ അമ്മയുടെ മനസ്സ് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അമ്മേ, തരുൺ പതുക്കെ അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. വേദയെ കുഞ്ഞ് സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത്. അവൾക്ക് നമ്മളോട് വല്ലാത്ത അടുപ്പമായി. അമ്മ തരുണിനെ നോക്കി പുഞ്ചിരിച്ചു. അതേ മോനെ, അവൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നന്നായി. ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയേണ്ടി വരില്ലായിരിക്കും. കാലം അത് തീരുമാനിച്ചോളും. അമ്മയുടെ വാക്കുകളിലെ അർത്ഥം മനസ്സിലായപ്പോൾ തരുൺ ഒന്ന് ഞെട്ടി. വേദയെ താൻ വിവാഹം കഴിക്കണമെന്നാണോ അമ്മ ആഗ്രഹിക്കുന്നത്? തരുൺ ഒന്നും മിണ്ടിയില്ല. എങ്കിലും വേദയോട് തനിക്കും വല്ലാത്തൊരു അടുപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവളുടെ നിശ്ചയദാർഢ്യവും സ്നേഹവും അവനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. പക്ഷേ വേദയുടെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല. രാത്രികളിൽ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരാളുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്രം. ജയിലഴിക്കുള്ളിൽ തന്നെയും കാത്തു കഴിയുന്ന തൻ്റെ വിക്രം വരുന്നതും കാത്തിരിക്കുകയാ ഞാൻ. നമ്മുടെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ, ശ്രീകാന്തിനെ ഒരുമിച്ച് പോരാടാൻ. അതുവരെ ഈ വേദ തോറ്റു കൊടുക്കില്ല വിക്രം. അവളുടെ കണ്ണുനീര് കുഞ്ഞിൻ്റെ നെറ്റിയിലങ്ങ് വീണുടഞ്ഞു. ഏത് നിമിഷവും പെയ്തിറങ്ങാൻ വെമ്പുന്ന മഴക്കാറുകളായിരുന്നു. ഹൈവേയിലൂടെ കാറ് വേഗത്തിൽ ഇങ്ങനെ കുതിച്ചു പോകുന്നതാ കാണിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ തരുൺ, ഒപ്പം മുൻ സീറ്റിൽ അവൻ്റെ അമ്മയും, പുറകിലെ സീറ്റിൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വേദയും ഇരിക്കുന്നുണ്ട്. കുഞ്ഞ് വേദയുടെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങാണ്. തരുണിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് തരുൺ അത് ശ്രദ്ധിച്ചത്. ആ ഒരു റിയർ മീറ്ററിലൂടെ നോക്കുമ്പോൾ ഒരു കറുത്ത വലിയ വാഹനം അവരെ ലക്ഷ്യമായി തന്നെ പാഞ്ഞെടുക്കുന്നു. വണ്ടിയുടെ വേഗത അസാധാരണമായിരുന്നു. തരുണിൻ്റെ നെഞ്ചിരിപ്പ് കൂടി. തരുൺ, എന്തുപറ്റി? പുറകിൽ നിന്നും വേദ ചോദിച്ചു. വേദ, നമ്മുടെ പുറകിലൊരു വണ്ടി. അത് നമ്മളെ തന്നെ ഫോളോ ചെയ്യുന്നത് പോലെ. തരുണിൻ്റെ വാക്കുകൾ മുഴുമിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ആ ഒരു വാഹനം കാറിൻ്റെ പുറകിൽ അതിശക്തമായിട്ട് തന്നെ ആഞ്ഞടിച്ചു. അമ്മേ എന്നൊരു വലിയ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന കുഞ്ഞങ്ങ് നിലവിളിക്കാണ്. കാറ് റോഡിലൂടെ നിയന്ത്രണം വിട്ടങ്ങ് തെന്നി നീങ്ങി.
ടയറുകൾ ഉരയുന്ന ആ ഒരു കാതടുപ്പിക്കുന്ന ശബ്ദം. തരുൺ വണ്ടി വെട്ടിക്ക്, തരുൺ പെട്ടെന്ന് തന്നെ വണ്ടി വെട്ടിക്ക്, വേദ അലറി. പക്ഷേ പിന്നിൽ നിന്നുള്ള ആ ഒരു ഇടി വളരെയധികം ശക്തമായിരുന്നു. ദേവരാജന്റെ ഗുണ്ടകളാണ് ആ വണ്ടിയിൽ നിന്ന് വേദയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ഇത് പ്രതികാരമാണ്. തൻ്റെ കുടുംബത്തോടെ ഇല്ലാതാക്കാനുള്ള ദേവരാജന്റെ കണക്ക് തീർക്കൽ. കാർ വട്ടം കറങ്ങി റോഡരികിലെ ഒരു മരത്തിലേക്ക് അങ്ങ് ഇടിച്ചു നിന്നു. ചില്ലുകൾ തകർന്നു വീണു. മുൻവശത്തു നിന്നും പുകയുയർന്നു. വേദയുടെ നെറ്റിയിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു. അവൾ പരവേശത്തോടെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോളെ മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. കുഞ്ഞ് പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. തരുണും അമ്മയും ചെറിയ പരിക്കോടുകൂടി എങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷേ ആ നിമിഷം വേദക്കൊരു കാര്യം വ്യക്തമായി. താൻ ഇവിടെ നിന്നു കഴിഞ്ഞാൽ ദേവരാജൻ ഈ കുഞ്ഞിനെയും ഈ കുടുംബത്തെയും ഇല്ലാതാക്കും. താൻ കാരണം ഇവർക്കൊരു അപകടം സംഭവിക്കാൻ പാടില്ല. ദേവരാജന് തന്നോടുള്ള പക ഇപ്പോൾ തന്നെ അതിര് കടന്നിരിക്കുന്നു. തരുൺ, നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. ഇനിയും ഇവിടെ നിന്നു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ആപത്താണ്. അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ലായിരുന്നു. കുഞ്ഞിൻ്റെ ജീവനാണ് അവൾക്ക് വലുത്. ട്രാൻസ്ഫർ വാങ്ങി തിരികെ നാട്ടിലേക്ക് പോവാൻ തന്നെ വേദ തീരുമാനിച്ചുറപ്പിച്ചു. പിന്നീട് കാണിക്കുന്നത് നാട്ടിലെ ആ ഒരു പഴയ തറവാടാണ്. അവിടെ ഇപ്പോൾ ശ്രീകാന്തിൻ്റെ വാസം. വേദയുടെ കമ്പനികളും സ്വത്തുക്കളും മുഴുവൻ ശ്രീകാന്തിൻ്റെ കൈകളിലാണ്. വിക്രം ജയിലിൽ പോയ സമയത്ത് തൽക്കാലം ശ്രീകാന്തിനെ ഒതുക്കി നിർത്താനും അവനിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് വേദ തന്ത്രപരമായി തന്നെ ആ സ്വത്തുക്കളെല്ലാം അവനെ ഏൽപ്പിച്ചത്. യഥാർത്ഥ അവകാശി തൻ്റെയും വിക്രമിൻ്റെയും കുഞ്ഞാണെന്ന് ശ്രീകാന്തിനറിയില്ല. കുഞ്ഞ് കൂടെയുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്ത് ആ കുഞ്ഞിനെ അപായപ്പെടുത്തുമെന്ന് വേദയ്ക്ക് 100% ഉറപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിമറിയാണ്. ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ അയാളുടെ കണ്ണിൽ ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. ശ്രീകാന്ത് പുച്ഛത്തോടെ അയാളെ നോക്കി. എന്താടോ കിഴവാ, എന്നെ തോൽപ്പിക്കാൻ ഇനി ആരുമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ശ്രീകാന്ത് പരിഹാസത്തോട് ചോദിച്ചു. ശങ്കരനാരായണന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. നീ അഹങ്കരിക്കേണ്ട ശ്രീകാന്തേ. എൻ്റെ മോൻ വിക്രം വരും. അവൻ വരുന്നതും കാത്ത് ഞാൻ ഇരിക്കുകയാണ്. അവൻ്റെയും വേദയുടെയും കുഞ്ഞിനെ കൊഞ്ചിച്ച് എൻ്റെ പേരക്കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈ ശിഷ്ടകാലം ജീവിക്കണം. ആ മോഹം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ മുഖത്തെ പുച്ഛം പെട്ടെന്നങ്ങ് മാറി. പകരം അവിടെ ഞെട്ടലും ഭയവും നേളിച്ചു. ഏത് കുഞ്ഞ്? ആ കുഞ്ഞ് മരിച്ചുപോയില്ലേ? ഇല്ലടാ, ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെയുണ്ട്. വിക്രമിൻ്റെയും വേദയുടെയും ചോര. ആ കുരുന്ന് തിരികെ വരുമ്പോഴേക്കും നിന്റെ ഈ അഹങ്കാരമെല്ലാം തന്നെ അവസാനിക്കും. ശങ്കരനാരായണൻ ഉറക്കി പറഞ്ഞുകൊണ്ടങ്ങ് നടന്നു നീങ്ങി. ശ്രീകാന്തിന് നിൽക്കുന്ന നിലം വഴുതി പോകുന്നത് പോലെ തോന്നി. ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു പോവും. യഥാർത്ഥ അവകാശി ആ കുഞ്ഞാണ് യഥാർത്ഥ അവകാശി. ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. വേദ എവിടെയുണ്ടെങ്കിലും അവളെയും ആ കുഞ്ഞിനെയും കണ്ടുപിടിക്കണം. അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം. ശ്രീകാന്തിൻ്റെ കണ്ണിൽ പകയെരിഞ്ഞു. അവൻ തൻ്റെ ആളുകളെ വേദയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി. ഇതേസമയം ജയിലിൻ്റെ ഇരുമ്പ് കവാടം വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. പുറത്തേക്ക് വന്ന വിക്രമിൻ്റെ മുഖത്ത് വർഷങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെ ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ ഒരു തീജ്വാല അപ്പോഴും അണയാതെ കിടക്കുന്നുണ്ടായിരുന്നു. വേദയെ കാണാം, അവളെ ചേർത്ത് പിടിക്കണം. അവൾ എവിടെയോ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. നാട്ടിലേക്കെത്തിയ വിക്രം ലക്ഷ്യമില്ലാതെ നടക്കുമായിരുന്നു. മനസ്സ് നിറയെ വേദയുടെ ഓർമ്മകൾ മാത്രം. പെട്ടെന്നാണ് അവനൊരു കാഴ്ച കണ്ടത്. ഒരു ചെറിയ കുട്ടി വന്ന് അവൻ്റെ മുന്നിലേക്ക് ഓടി വന്നു. വിക്രം വേദത്തിൽ കുനിയുകയും ആ കുഞ്ഞിനെ അങ്ങ് തടഞ്ഞു നിർത്തുകയും ചെയ്തു. സൂക്ഷിച്ചു നോക്കേണ്ട കുറുമ്പി. വിക്രം വാത്സല്യത്തോടെ അവളെ നോക്കി. ആ കുരുന്ന് മുഖത്തേക്ക് നോക്കിയപ്പോൾ വിക്രമിൻ്റെ നെഞ്ചിലൊരു മിന്നലുണ്ടായി. എവിടെയോ കണ്ടുമറന്നൊരു മുഖം. അല്ല, അകാരണമായി ആ കുഞ്ഞിനോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു. അവൻ്റെ ഹൃദയം വേഗത്തിൽ തന്നെ മിടിച്ചു. രക്തത്തെ തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു അത്. സ്വന്തം ചോരയാണെന്നറിയാതെ അവൻ ആ കുഞ്ഞിൻ്റെ കവിളിലൊന്ന് തലോടി. പേരെന്താ മോളെ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കുഞ്ഞു മറുപടി പറയുന്നതിന് മുൻപ് തന്നെ കുറച്ചകലെ നിന്നും ഒരാൾ അവളെ വിളിച്ചുകൊണ്ട് വന്നു. അത് തരുണായിരുന്നു. കുഞ്ഞിനെയും കൂട്ടി അവൻ വേഗം തന്നെ നടന്നു നീങ്ങി. വിക്രം ആ കുഞ്ഞു പോകുന്നത് നോക്കി കുറേ നേരം അവിടെ തന്നെ നിന്നു പോവാണ്. എന്തോ ഒന്ന് അവനെ വല്ലാതെ പിടിച്ചുലക്കുന്നത് പോലെ തോന്നാണ് വിക്രമിന്. വേദയെ അന്വേഷിച്ചിറങ്ങിയ വിക്രം നേരെ പോയത് ശ്രീകാന്തിൻ്റെ അടുത്തേക്കാണ്. വീട്ടിലേക്കുള്ള വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ വിക്രമിൻ്റെ കൈ അങ്ങ് ചുരുട്ടി പിടിച്ചിരുന്നു. സോഫയിലിരിക്കുന്ന ശ്രീകാന്ത് വിക്രമിനെ കണ്ടപ്പോൾ ഉച്ചത്തിലങ്ങ് ചിരിച്ചു. ഓഹോ, ജയിൽ പുള്ളി പുറത്തിറങ്ങിയോ? എന്താടാ ഇവിടെ കാര്യം? നീ ആരെ അന്വേഷിച്ചു വന്നതാ? നിന്റെ വേദയെയോ? എവിടെയാടാ എൻ്റെ വേദ? വിക്രമിൻ്റെ ശബ്ദം ആ വീടിനുള്ളിൽ അങ്ങ് മുഴങ്ങും പോലെ അങ്ങ് പ്രതിധ്വനിച്ചു. ശ്രീകാന്ത് എഴുന്നേറ്റു. അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊക്കെ എപ്പോഴോ നാടുവിട്ടു പോയി. നീ ജയിലിൽ കിടക്കുമ്പോൾ അവൾ നിന്നെയും കാത്തിരിക്കുകയാണെന്നാ നീ വിചാരിച്ചത്? ഒന്നുകിൽ അവൾ ജീവനോടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവൾ വേറെ ആരുടെയും കൂടെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിലും നീ പോയ സമയത്ത് അവൾക്ക് നാടുവിടാൻ തോന്നിയില്ലെങ്കിൽ നിന്നെ അവൾക്ക് വേണ്ടാൻ തന്നെയാടാ അതിൻ്റെയൊക്കെ അർത്ഥം. ആ വാക്കുകൾ വിക്രമിൻ്റെ കാതിൽ ഈയം ഉരുക്കിയൊഴുക്കുന്നത് പോലെയായിരുന്നു തോന്നിയത്.
അവൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒരു അലർച്ചയോടെ അവൻ ശ്രീകാന്തിൻ്റെ മേലങ്ങ് ചാടി വീണു. ശ്രീകാന്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവന് ചുമരിലേക്ക് അതിശക്തമായിട്ട് ഇടിപ്പിച്ചു. എടാ നായെ, എൻ്റെ വേദയെക്കുറിച്ച് ഒരക്ഷരം നീ ഇനി മിണ്ടിക്കഴിഞ്ഞാൽ നിന്റെ ജീവനെ ഞാനങ്ങ് എടുക്കും. വിക്രമിന്റെ ഓരോ അടിയിലും അവന്റെ വർഷങ്ങളായുള്ള സങ്കടവും ദേഷ്യവും അടങ്ങിയിരുന്നു. ശ്രീകാന്തിന്റെ മുഖത്തു നിന്നും ചോര ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ ഓടി വന്നുവെങ്കിലും വിക്രമിന്റെ ആക്രോശത്തിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ശ്രീകാന്തിനെ തറയിലിട്ട് ചവിട്ടിയിട്ട് വിക്രം അവിടെ നിന്നും ഇറങ്ങി നടന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ശ്രീകാന്ത് പറഞ്ഞ വാക്കുകൾ ഒരു മുള്ളുപോലെ തന്നെ തറച്ചിരിക്കുന്നുണ്ടായിരുന്നു. വേദ ജീവിച്ചിരിപ്പില്ലേ, അതോ അവളെ ഇവർ അപായപ്പെടുത്തിയോ? അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തിയ വേദ സ്വന്തം വീട്ടിലേക്കല്ല പോയത്. വിക്രമിന്റെ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ ഇപ്പോൾ സുരക്ഷിതം തരുണിന്റെ വീടാണെന്ന് അവൾക്കറിയാം. കുഞ്ഞ് തരുണിൻ്റെതല്ലെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും തരുൺ അവൾക്കൊരു തണലായി തന്നെ കൂടെ നിന്നു. മുറിയിലെ ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇരുട്ടത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു വേദ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. തരുൺ അവളുടെ അടുത്തേക്ക് വന്നു. വേദ, വിക്രം ജയിലിൽ നിന്നും ഇറങ്ങി. അവൻ ശ്രീകാന്തിന്റെ വീട്ടിൽ ചെന്ന് വലിയ പ്രശ്നമുണ്ടാക്കി. നിനക്ക് പോയി അവനെ ഒന്ന് കണ്ടൂടെ? ഈ കുഞ്ഞ് അവൻ്റേതാണെന്ന് അവനോട് നിനക്കൊന്ന് പറഞ്ഞൂടെ വേദ? തരുണിന്റെ ശബ്ദത്തിൽ ആകാംക്ഷയുണ്ടായിരുന്നു. വേദ കണ്ണടച്ചു. അവളുടെ കൺപീലികൾ കണ്ണുനീരിങ്ങനെ തങ്ങി നിന്നു. ഇല്ല തരുൺ, ഇപ്പോൾ ഞാൻ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം വീണ്ടും ശ്രീകാന്തിനെ കൊല്ലാൻ വേണ്ടി നോക്കും. അവൻ വീണ്ടും ജയിലിലാവും. എനിക്കെൻ്റെ വിക്രമിനെ ഇനി നഷ്ടപ്പെടുത്താൻ വയ്യ തരുൺ. അവൾ തിരിഞ്ഞു ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കി. ആദ്യം എനിക്ക് ശ്രീകാന്തിനെ ഒതുക്കണം. അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കണം. അതിനുശേഷം എല്ലാ പ്രതിസന്ധികളും തീർത്തിട്ട് ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ വിക്രമിൻ്റെ മുന്നിലേക്ക് ഞാൻ പോവും. അതുവരെ അവൻ എന്നെ തെറ്റിദ്ധരിച്ചാലും എനിക്ക് ഇതൊക്കെ സഹിച്ചേ മതിയാവൂ. വേദയുടെ വാക്കുകൾ ഒരു അമ്മയുടെ കരുത്തും ഒരു ഭാര്യയുടെ സ്നേഹവും ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യവും നിറഞ്ഞു നിന്നിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുന്നിലുള്ള ഒരു ശാന്തത മാത്രമായിരുന്നു അവിടെ. ശ്രീകാന്തിൻ്റെയും ദേവരാജൻ്റെയും നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന് വേദയുടെ കണ്ണിലെ തീജ്വാല വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാത്തിരിപ്പിൻ്റെ കനലുകൾ എരിഞ്ഞടങ്ങുന്ന ആ ഒരു ദിവസത്തിനായി വേദ ഒരുങ്ങി നിൽക്കുന്ന അടിപൊളി രംഗങ്ങളൊക്കെ കിട്ടോ ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.